If you turn to Hosea 10th chapter, ഹോശേയ 10-ാം അധ്യായത്തിലേക്ക് 12th verse, 12-ാം വാക്യം this is what it says. ഇങ്ങനെയാണ് പറയുന്നത്: Sow to yourselves in righteousness നീതിയിൽ വിതപ്പിൻ, and reap in mercy. ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ. Break up the fallow ground, നിങ്ങളുടെ തരിശുനിലം ഉഴുവിൻ. for it is time to seek the Lord അവനെ അന്വേഷിപ്പാനുള്ള കാലമുണ്ടാകുന്നുവല്ലോ. till he come യഹോവ and വന്നു rain righteousness upon you. നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന്. Yes, many areas in this country, people have left their ഈ villages. ദേശത്തെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. They have lost all their animals. അവരുടെ എല്ലാ മൃഗങ്ങളും നഷ്ടമായി No പോയി. rain. മഴയില്ല. Who can give rain? മഴയെ ആർക്കാണ് തരുവാൻ It കഴിയുന്നത്? is God who sends rain. ദൈവമാണ് മഴ അയക്കുന്നത്. But when God's curse comes upon an adulterous people, എന്നാൽ ഒരു വ്യഭിചാര ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശാപം വരുമ്പോൾ, that the rainy season there is no rain. മഴക്കാലത്ത് മഴ പെയ്യില്ല. But in harvest season, എന്നാൽ കൊയ്ത്ത് കാലത്ത് there is so much rain that the harvest is gone. ധാരാളം മഴ പെയ്യുകയും കൊയ്ത്ത് നഷ്ടമായി പോവുകയും ചെയ്യുന്നു. So what is the farmer doing today? അതിനാൽ ഇന്ന് കർഷകർ എന്താണ് ചെയ്യുന്നത്? He is tearing his hair saying, I can't pay my debts. അവർ തലകുലുക്കി പറയുന്നു, എനിക്ക് കടം വീട്ടുവാൻ പറ്റില്ല. And so he is committing suicide. എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. What a sad thing. എന്തൊരു ദുഃഖകരമായ What കാര്യം, a terrible thing. എന്തൊരു ഭയങ്കരമായ കാര്യം. What is the money of rich people doing? ധനവാന്മാരുടെ പണം എന്താണ് ചെയ്യുന്നത്? Oh, it is groaning in some secret place. അത് രഹസ്യ സ്ഥലങ്ങളിൽ ഞരങ്ങുന്നു. How did many rich people get their riches in this country? ഈ രാജ്യത്തെ സമ്പന്നർക്ക് എങ്ങനെയാണ് അവരുടെ സമ്പത്ത് ലഭിച്ചത്? By oppressing the poor man. പാവങ്ങളെ ഞെരുക്കിക്കൊണ്ട്. The Bible says, വേദപുസ്തകം പറയുന്നു, don't keep the wages of your laborer overnight. കൂലിക്കാരന്റെ കൂലി രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. Overnight. രാവിലെ വരെ. See, what do people say? ആളുകൾ എന്താണ് പറയുന്നത്? Oh, tomorrow I'll give you. ഓ, നാളെ ഞാൻ The തരാം. month end comes മാസാവസാനം വരുന്നു, and tomorrow I'll give you. നാളെ ഞാൻ തരാം. Suddenly for 1 month, no salary. പെട്ടെന്ന് ഒരു മാസത്തിന് ശമ്പളമില്ല. You know, in some places people tell me, ചില സ്ഥലങ്ങളിൽ ആളുകൾ എന്നോട് പറയുന്നു, 3 months we have not received salary. 3 മാസമായി ഞങ്ങൾക്ക് ശമ്പളം ലഭിച്ചില്ല. What can they do? അവർക്ക് എന്താണ് ചെയ്യാൻ They കഴിയുക? are thrown into the laps of money lenders. അവർ പലിശക്കാരുടെ കയ്യിൽ വീഴുന്നു. I don't know what the money lenders of Metupalayam do or what they are. മേട്ടുപാളയത്തെ പണപലിശക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. And in one place, ഒരു സ്ഥലത്ത് when I was speaking, ഞാൻ സംസാരിച്ചു they കൊണ്ടിരുന്നപ്പോൾ said some of the people have run away into the forest അവർ പറഞ്ഞു, ചില ആളുകൾ കാട്ടിലേക്ക് ഓടിപ്പോയി എന്ന്. because കാരണം for 1 rupee, 1 രൂപയ്ക്കായി next week in 7 days we have to give 1 rupee as interest. അടുത്ത ആഴ്ച അവർ 1 രൂപ പലിശയായി കൊടുക്കണം. And so some of the people unable to pay it have run away into the forest. ചില ആളുകൾക്ക് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. And some of these money lenders, ഈ പലിശക്കാരിൽ ചിലർ they will say, അവർ പറയും, oh, without my knowledge I stepped on an ant. അറിയാതെ ഞാൻ ഒരു ഉറുമ്പിനെ ചവിട്ടി. Oh, I must do penance, real sudden, some special puja. അതിനാൽ ഞാൻ തപസ്, ഏതോ പ്രത്യേക പൂജ ചെയ്യണം. You are squeezing the life from the poor man. ഒരു പാവപ്പെട്ടവന്റെ ജീവനെ നീ പിഴിഞ്ഞെടുക്കുന്നു. You are robbing him of his hard-earned money. നീ അവന്റെ കഠിനാധ്വാനം ചെയ്ത പണം മോഷ്ടിക്കുന്നു. And you tell me your religion tells you that you are killed an ant. പിന്നീട് നീ പറയുന്നു, എന്റെ മതം പറയുന്നു ഞാനൊരു ഉറുമ്പിനെ കൊന്നു. All right, next time when all the black ants, the big black ants, 1 inch
ant. ശരി, അടുത്ത പ്രാവശ്യം വലിയ കറുത്ത നീളമുള്ള ഉറുമ്പുകൾ When they come and begin to bite your ears and get into your ears, pull them out and kiss them. നിങ്ങളുടെ ചെവി കടിക്കുകയോ നിങ്ങളുടെ ചെവിയിൽ കയറുകയോ ചെയ്താൽ അതിനെ വലിച്ചെടുത്ത് ഉമ്മ Have you വയ്ക്കുക. got any common sense? നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ? If a black ants get into your hair or into your ears, ഒരു കറുത്ത ഉറുമ്പ് നിങ്ങളുടെ മുടിക്കകത്തോ ചെവിക്കകത്തോ കയറിയാൽ you don't wait for some veterinarian to come and pluck them out ഒരു മൃഗ alive. ഡോക്ടർ വന്ന് അതിനെ ജീവനോടെ വലിച്ചെടുക്കാനായി നിങ്ങൾ കാത്തിരിക്കില്ല. You do this. നിങ്ങൾ എങ്ങനെ ചെയ്യും? Listen, ശ്രദ്ധിക്കൂ. we don't want this kind of tamasha in this country. ഈ രാജ്യത്ത് ഇതുപോലുള്ള തമാശ നമുക്ക് വേണ്ട. If your religion teaches you not to kill an ant, നിങ്ങളുടെ മതം നിങ്ങളെ ഒരു ഉറുമ്പിനെ കൊല്ലരുതെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ how can you take that kind of vadi and interest from the poor man? പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഇതുപോലുള്ള പലിശ എങ്ങനെ എടുക്കും? how sad. എത്ര ദുഃഖകരം. Desperately wicked. ഏറ്റവും ദോഷമുള്ളവർ Sowing unrighteousness അനീതി വിതയ്ക്കുന്നു. and talking about religion. അതോടുകൂടെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. Listen, friends. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. God says, ദൈവം പറയുന്നു, sow righteousness. നീതി വിതപ്പിൻ, Sow നീതി righteousness. വിതപ്പിൻ, Sow നീതി righteousness. വിതപ്പിൻ. And then with mercy you will be able to reap. അപ്പോൾ നിങ്ങൾക്ക് ദയക്കൊത്തവണ്ണം കൊയ്യുവാൻ കഴിയും. I started sowing as a boy of 15 years. 15 വയസ്സ് ബാലനായിരുന്നപ്പോൾ ഞാൻ വിതപ്പാൻ തുടങ്ങി. I did not go running after people's money. ആളുകളുടെ പണത്തിന്റെ പിന്നാലെ ഞാൻ ഓടിയില്ല. I was very careful not to corrupt any boy or girl. ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദുഷിപ്പിക്കാതിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. God gave me the fear of sin പാപത്തോടുള്ള ഭയം ദൈവം എനിക്ക് നൽകി. so that I could run away from evil. അതിനാൽ ദോഷത്തെ വിട്ട് ഓടുവാൻ എനിക്ക് കഴിഞ്ഞു. I began to sow in നീതിയിൽ righteousness. വിതപ്പാൻ ഞാൻ തുടങ്ങി. And when I began to sow in righteousness, നീതിയിൽ വിതപ്പാൻ ഞാൻ തുടങ്ങിയപ്പോൾ today when I am not a young man anymore, ഇപ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ല. what do I see? ഞാൻ എന്താണ് കാണുന്നത്? Thieves who have returned money. കള്ളന്മാർ പണം തിരികെ നൽകുന്നത്. Doctors who have returned money. ഡോക്ടർമാർ പണം തിരികെ നൽകുന്നത്. Wives who are happy. സന്തോഷകരമായ ഭാര്യമാർ. Husbands who have fallen at the feet of wives and said, forgive me for my adulterous life. എന്റെ വ്യഭിചാര ജീവിതത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഭാര്യമാരുടെ പാദത്തിൽ വീഴുന്ന I see ഭർത്താക്കന്മാർ. mercy. I see people full of love. ഞാൻ ദയ കാണുന്നു. ആളുകൾ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ I കാണുന്നു. see teachers who can work for half their salary. പകുതി ശമ്പളത്തിന് ജോലി ചെയ്യുവാൻ തയ്യാറായ ടീച്ചർമാരെ ഞാൻ കാണുന്നു. So that അങ്ങനെ they can really love the children and not work just for salary. അവർക്ക് കുട്ടികളെ സ്നേഹിക്കുവാൻ കഴിയുന്നു. ശമ്പളത്തിനായല്ല അവർ ജോലി ചെയ്യുന്നത്. In some places, ചില സ്ഥലങ്ങളിൽ they say, അവർ പറയുന്നു, oh, we have got, what is this? What do they call it? A government clinic here. ഞങ്ങൾക്ക് ഇവിടെ ഒരു സർക്കാർ ക്ലിനിക് ഉണ്ട്. But എന്നാൽ the doctor never comes. ഡോക്ടർ ഒരിക്കലും ഇവിടെ വരില്ല. One doctor told me, ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, people come from the next district to my clinic, to my government clinic, അടുത്ത ജില്ലയിലെ ആളുകൾ എന്റെ സർക്കാർ ക്ലിനിക്കിലേക്ക് വരുന്നു. because കാരണം in the next അടുത്ത hospital, ആശുപത്രിയിൽ in the next district, അടുത്ത ജില്ലയിൽ the medicines are stolen by the medical staff. മരുന്നുകളെല്ലാം അവിടെ ജോലി ചെയ്യുന്നവർ മോഷ്ടിക്കുന്നു. So these poor people, അതിനാൽ ഈ they പാവപ്പെട്ടവർ cross the big river അവർ വലിയ and നദി come കടന്നു to my clinic. എന്റെ ക്ലിനിക്കിലേക്ക് വരുന്നു. Yes, അതെ, I see new kind of doctor. ഞാൻ പുതിയ തരത്തിലുള്ള ഡോക്ടർമാരെ കാണുന്നു. I see new kind of engineer. പുതിയ തരത്തിലുള്ള എഞ്ചിനീയർമാരെ ഞാൻ കാണുന്നു. You give them 10 lakhs, 20 lakhs bribe to put a bad road full of holes, potholes.
നിങ്ങൾ അവർക്ക് 10 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്തിട്ട് കുഴികൾ നിറഞ്ഞ റോഡുകൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ they will not take it. അവർ അത് വാങ്ങില്ല. They want to do an honest job. അവർ സത്യസന്ധമായ ജോലി ചെയ്യാൻ But ആഗ്രഹിക്കുന്നു. who is doing this? ആരാണ് ഇത് Can ചെയ്യുന്നത്? I do it? എനിക്ക് ചെയ്യുവാൻ No, I am കഴിയുമോ? only a man. ഇല്ല, ഞാൻ വെറുമൊരു But മനുഷ്യൻ മാത്രം. the Lord എന്നാൽ Jesus is producing such people. കർത്താവായ യേശു അത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു. God loves you, dear people. പ്രിയപ്പെട്ട ജനങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. God wants to lift you. നിങ്ങളെ ഉയർത്തുവാൻ ദൈവം God ആഗ്രഹിക്കുന്നു. wants to teach you to sow in നീതിയിൽ righteousness. വിതപ്പാൻ നമ്മെ പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Today, our newspapers are full of filthy ഇന്ന് pictures. നമ്മുടെ വാർത്താപത്രങ്ങൾ വളരെ വൃത്തികെട്ട ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. Our weeklies are full of half-naked women. നമ്മുടെ ആഴ്ച പതിപ്പ് അർദ്ധനഗ്നരായ സ്ത്രീകളാൽ നിറഞ്ഞിരിക്കുന്നു. അതിനാൽ When you are feeding your eyes on such things, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഇത്തരം കാര്യങ്ങളാൽ how പോഷിപ്പിക്കുകയാണെങ്കിൽ can you be a holy husband? ഒരു വിശുദ്ധ ഭർത്താവായിരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? Impossible. അസാധ്യം. How can you be a clean wife? ഒരു വിശുദ്ധിയുള്ള ഭാര്യയായിരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? Impossible. അസാധ്യം. How can you be a mother for that family? ആ കുടുംബത്തിന് നിങ്ങൾ എങ്ങനെ ഒരു മാതാവായിരിക്കും? One man said to me, ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, my neighbors was my colleague and neighbor in the company quarters. കമ്പനിയുടെ ക്വാർട്ടേഴ്സിൽ ഞങ്ങളുടെ അടുക്കൽ താമസിച്ചിരുന്നത് എന്റെ കൂടെ ജോലി She ചെയ്യുന്നവനായിരുന്നു. was a woman with 5 children. 5 മക്കളുള്ള സ്ത്രീ ആയിരുന്നു അവൾ. And she was a Brahmin woman. അവൾ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. And she said to me, അവൾ എന്നോട് പറഞ്ഞു, come on, we will run away. വരൂ നമുക്ക് ഓടിപ്പോകാം, Let us run away. നമുക്ക് ഓടിപ്പോകാം. I refused. ഞാൻ വിസമ്മതിച്ചു. This man was repenting for his ഈ sin. മനുഷ്യൻ തന്റെ പാപങ്ങൾക്കായി അനുതപിക്കുകയായിരുന്നു. Yes, today we have quarters so close. അതെ, ഇന്ന് ക്വാർട്ടേഴ്സുകൾ വളരെ അടുത്തടുത്താണ്. And then one man goes away for night duty. ഒരു പുരുഷൻ നൈറ്റ് ഡ്യൂട്ടിക്കായി പോകുന്നു. I do not know what is happening in your നിങ്ങളുടെ district. ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. Modern industry is producing broken families. ആധുനിക വ്യവസായങ്ങൾ തകർന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നു. This immense drive for money is producing runaway wives and runaway husbands. പണത്തിനായുള്ള അത്യധിക പ്രേരണ ഒളിച്ചോടുന്ന ഭാര്യമാരെയും ഒളിച്ചോടുന്ന ഭർത്താക്കന്മാരെയും സൃഷ്ടിക്കുന്നു. If you lose your family, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് നഷ്ടമായാൽ what do you have? നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? If you lose your children, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് how do നഷ്ടമായാൽ you lose your children? നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് When there is നഷ്ടമാകുന്നത്? no purity, വിശുദ്ധിയില്ലെങ്കിൽ then your son is lost. നിങ്ങളുടെ മകൻ നശിച്ചു പോകുന്നു. When there is no virginity, കന്യകാത്വം ഇല്ലെങ്കിൽ then your daughter is lost. നിങ്ങളുടെ മകൾ നശിച്ചു പോകുന്നു. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, who will save these lost people? ഈ നഷ്ടമായി പോയവരെ ആര് രക്ഷിക്കും? The Lord Jesus said, കർത്താവായ യേശു പറയുന്നു, I came to give my life for you. നിങ്ങൾക്കായി ജീവൻ നൽകുവാൻ ഞാൻ വന്നു. By dying in your place, നിങ്ങളുടെ സ്ഥാനത്ത് മരിക്കുന്നതിലൂടെ, by taking your punishment on my sinless body, പാപരഹിതമായ എന്റെ ശരീരത്തിൽ നിങ്ങളുടെ ശിക്ഷ ഏറ്റുകൊണ്ട് I want to save you from hellfire. നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You will no more be a lost soul. നിങ്ങൾ പിന്നെ ഒരിക്കലും ഒരു നഷ്ടമായി പോയ You will be ആത്മാവാകില്ല. saved from all your sin. എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടും. You will be saved from your നിങ്ങളുടെ unrighteousness. അനീതിയിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടും. My friend, എന്റെ സുഹൃത്തുക്കളെ, remember, youth is a sowing time. ഓർത്തുകൊള്ളുവിൻ, യവനം വിതയ്ക്കുന്ന സമയമാണ്. What are you sowing? എന്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്? Your thought. നിങ്ങളുടെ ചിന്തകൾ. How are your thoughts? നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുണ്ട്? Today, ഇന്ന് the television is pouring out evil. ടെലിവിഷൻ ദുഷ്ടതയെ പ്രവഹിക്കുകയാണ്. In fact, little children are committing suicide. വാസ്തവത്തിൽ കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. And when people investigate, why is this little child committing suicide in this fashion, or has committed in this ഈ fashion? കുട്ടി എന്തിനാണ് ഈ രീതിയിൽ ആത്മഹത്യ ചെയ്തത് എന്ന് ആളുകൾ അന്വേഷിച്ചപ്പോൾ
Oh, they find that it saw it in some picture or in a ഈ കുട്ടികൾ television ടെലിവിഷനിലും ചലച്ചിത്രങ്ങളിലും ഇത് കണ്ടു കാണുമെന്ന് പറയുന്നു. and thought it's a wonderful thing to do. ഇങ്ങനെ ചെയ്യുന്നത് അത്ഭുതകരമായ കാര്യമാണെന്ന് അവർ ചിന്തിച്ചു. So, അതിനാൽ we are pouring corruption into our family. നാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാശത്തെ പകരുകയാണ്. But at this time, ഇതുപോലുള്ള സമയത്ത് what does God say? ദൈവം എന്താണ് പറയുന്നത്? Oh, my dear ഓ friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, if we sow in righteousness, നാം നീതിയിൽ വിതച്ചാൽ what a wonderful country we can make India. ഭാരതത്തെ എത്ര അത്ഭുതകരമായ രാജ്യമായി നമുക്ക് മാറ്റുവാൻ Where കഴിയും. there is righteousness. നീതിയുള്ള ഒരു രാജ്യമായി. Nobody can go and get a driving license without learning in a driving school. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല. Some people say, I have never driven, but I went and bought this driving license. ചിലർ പറയുന്നു ഞാൻ ഒരിക്കലും ഓടിച്ചിട്ടില്ല, എന്നാൽ ഞാൻ പോയി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് How വാങ്ങി. sad. എത്ര How ദുഃഖകരം. many people are being killed on our road? എത്ര ആളുകളാണ് റോഡിൽ കൊല്ലപ്പെടുന്നത്. And you will reap in നിങ്ങൾ mercy. ദയക്കൊത്തവണ്ണം കൊയ്യും. You will not reap where you have not sown. വിതയ്ക്കാത്ത സ്ഥലത്ത് കൊയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. You will not fight over little matters. ചെറിയ കാര്യങ്ങൾക്കായി നിങ്ങൾ വഴക്കിടില്ല. Our courts are full of cases. നമ്മുടെ കോടതികൾ കേസുകളാൽ നിറഞ്ഞിരിക്കുന്നു. Some cases ചില കേസുകൾ will never come to a proper hearing. ശരിയായ ഒരു ന്യായ വിചാരണയ്ക്ക് വരാറേയില്ല. In one place that I know, എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് the politicians, the leading people, landowners, രാഷ്ട്രീയക്കാർ, പ്രമുഖരായ ആളുകൾ, ഭൂ ഉടമകൾ burnt and killed some poor people. ചില പാവപ്പെട്ടവരെ കത്തിച്ചു കൊന്നു. But എന്നാൽ never did those criminals who did so, the landowners, never were they brought to justice. ആ കുറ്റവാളികളെയോ ഭൂ ഉടമകളെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല. They killed all the അവർ witnesses. എല്ലാ സാക്ഷികളെയും കൊന്നു. And every time the case would come, എപ്പോഴൊക്കെ ആ കേസ് ഉയർന്നു they will വരുന്നു kill that witness. അവർ ആ സാക്ഷിയെ കൊല്ലും. What a state. എന്തൊരവസ്ഥ. The rich people, the big people, the big politicians, ധനവാന്മാർ, വലിയ ആളുകൾ, വലിയ my രാഷ്ട്രീയക്കാർ, beloved people, എന്റെ പ്രിയപ്പെട്ട you ജനങ്ങളെ, will reap in mercy. നിങ്ങൾ ദയക്കൊത്തവണ്ണം കൊയ്യും. And God will rain righteousness upon you. ദൈവം നിങ്ങളുടെ മേൽ നീതിയെ വർഷിപ്പിക്കും. Ha, what a miracle. എന്തൊരു അത്ഭുതം. God will rain peace and righteousness upon ദൈവം you. നിങ്ങളുടെ മേൽ സമാധാനവും നീതിയും വർഷിപ്പിക്കും. Just think of your family. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊന്ന് ഓർത്തു If നോക്കൂ. there is peace in that family, ആ കുടുംബത്തിൽ സമാധാനം if there ഉണ്ടെങ്കിൽ, is righteousness in that ആ family, കുടുംബത്തിൽ നീതി ഉണ്ടെങ്കിൽ, won't it be like a little heaven? അതൊരു കൊച്ചു സ്വർഗം പോലെ ആകില്ലേ? When fear is gone, ഭയം പോകുമ്പോൾ won't it be like a little അതൊരു heaven? കൊച്ചു സ്വർഗം പോലെ ആകില്ലേ? That is what God said. അതാണ് ദൈവം പറയുന്നത്. Sow to yourselves in righteousness, നീതിയിൽ വിതപ്പിൻ, reap in mercy. ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ. It is time to seek the Lord കർത്താവിനെ അന്വേഷിപ്പാനുള്ള till He കാലമാകുന്നുവല്ലോ. come and rain righteousness അവൻ വന്ന് upon. നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന്. Let God bless you, my beloved people. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God will take away all the show and all the paint and all the deceit. ദൈവം എല്ലാ പ്രദർശനവും ഛായയും വഞ്ചനയും എടുത്തുമാറ്റും. And God will give you a new heart ദൈവം നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും. in which there is peace, അതിൽ സമാധാനം ഉണ്ടായിരിക്കും, love, സ്നേഹവും and holiness, വിശുദ്ധിയും and faith in His living word. ജീവനുള്ള വചനത്തിൽ വിശ്വാസവും. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Please bow your head. നിങ്ങളുടെ തലകളെ ദയവായി വണക്കുവിൻ. Whoever you may be, communist, atheist, whoever, കമ്മ്യൂണിസ്റ്റുകാരായാലും
നിരീശ്വരവാദികളായാലും The ആരായിരുന്നാലും Lord Jesus loves you. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. The Savior who gave his life as the prayashchit bali for your sin. പ്രായശ്ചിത്ത ബലിയായി നിങ്ങളുടെ പാപങ്ങൾക്കായി തന്റെ ജീവൻ നൽകിയ രക്ഷകൻ He is standing next to you. അവൻ നിങ്ങളുടെ പക്കൽ നിൽക്കുന്നു. He wants to give you peace. അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ He wants ആഗ്രഹിക്കുന്നു. to rain righteousness on അവൻ you. നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Tell him from your heart, നിങ്ങളുടെ ഹൃദയത്തിൽ അവനോട് പറയൂ, Lord Jesus, കർത്താവായ യേശുവേ, forgive my sin. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. Give me your peace. അങ്ങയുടെ സമാധാനം എനിക്ക് Give നൽകണമേ. me your righteousness. അങ്ങയുടെ നീതി എനിക്ക് നൽകണമേ. Let me reap in mercy. ഞാൻ ദയക്കൊത്തവണ്ണം കൊയ്യട്ടെ. I have been a hard man, an evil woman. ഞാനൊരു കഠിനമായ മനുഷ്യനായിരുന്നു, ദുഷ്ടയായ My സ്ത്രീയായിരുന്നു. thoughts have been wicked. എന്റെ ചിന്തകൾ വളരെ But ദോഷമുള്ളതായിരുന്നു. give me your holiness. എന്നാൽ അങ്ങയുടെ വിശുദ്ധി എനിക്ക് നൽകണമേ. The Lord is listening to you. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. Make my family a new family. എന്റെ കുടുംബത്തെ ഒരു പുതിയ കുടുംബമാക്കണമേ. A family in which there is peace. സമാധാനമുള്ള ഒരു കുടുംബം. God is listening to you. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. Oh, gracious Father, കരുണ നിറഞ്ഞ പിതാവേ, bless these dear people ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. from wherever they have come. അവർ എവിടെ നിന്നും വരുന്നുവോ Go with them. അവരോട് കൂടെ പോകണമേ. Go to their family. അവരുടെ കുടുംബത്തിലേക്ക് പോകണമേ. Help them to seek you with all their heart. അവരുടെ മുഴു ഹൃദയത്തോടും കൂടി അങ്ങേ Give അന്വേഷിക്കട്ടെ. them your peace and your salvation അങ്ങയുടെ സമാധാനവും രക്ഷയും അവർക്ക് so നൽകണമേ. that they will reap in mercy. അതിനാൽ ദയക്കൊത്തവണ്ണം അവർക്ക് കൊയ്യുവാൻ കഴിയുമല്ലോ. Hear our prayer. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. Jesus' holy name. യേശുവിൻ വിശുദ്ധ നാമത്തിൽ Amen. ആമേൻ.